തിരുവനന്തപുരം കോർപ്പറേഷൻ 45 ദിവസം കൊണ്ട് മാറ്റിമറിക്കും. അതാണ് ഞങ്ങളുടെ ബ്ലൂ പ്രിന്റ്. ഇത്രയും കാലം നിങ്ങൾ കണ്ടതല്ല ഇനി തലസ്ഥാനം കാണാൻ പോകുന്നത്. ഇന്ന് എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടണമെന്നറിയാമോ വെള്ളത്തിന് വേണ്ടിയിട്ട്. മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ നെഞ്ചുവേദന എടുത്ത് പെടച്ചിട്ട് അപ്പുറത്തെ ചേച്ചിയെ വിളിച്ച് ഒരു വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഗുളിക കഴിച്ചത്. ആ അവസ്ഥയിലിരിക്കണം ഞാൻ. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് എന്നെ കുളിപ്പിക്കാൻ വെള്ളമില്ല. എനിക്കത് വളരെയധികം വികസനമെന്ന് പറഞ്ഞ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കും. ആ വികസനത്തിൽ തലസ്ഥാന നഗരം മൊത്തം മാറാത്തത് മാറും. ഇതായിരുന്നു 4 മാസം മുന്നേ നമ്മൾ കേട്ട മോഹന വാഗ്ദാനം. ഇപ്പോ ബ്ലൂ പ്രിന്റ് വികസനത്തിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ പറയണ്ട, ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ തലസ്ഥാന നഗരം. ആറ്റുകാൽ വാർഡിലെ ജനങ്ങൾക്കിത് നരകയാതന. പ്രായമായവരും കിടപ്പ് രോഗികളും അടക്കം ദുരിതത്തിലാണ്. വീടുകളിൽ ടാങ്കറിൽ വെള്ളം എത്തിച്ച് ക്ഷാമം പരിഹരിക്കുമെന്ന് പറഞ്ഞ മേയറുടെ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വര പോലെയായെന്ന് നാട്ടുകാരും പറയുന്നു. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പൈപ്പുകൾ നിരന്നിരിപ്പുണ്ട്. പക്ഷേ ഇത് തുറന്നാൽ ഒരു തുള്ളി വെള്ളം പോയിട്ട് കാറ്റുപോലും വരുന്നില്ല. കുടിവെള്ളമില്ലാതെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ വാർഡിൽ അനുഭവിക്കുന്നത് നരകയാതന. കൊച്ചുകുട്ടികളടക്കം വലിയ രോഗങ്ങൾക്കും ഇടയാകുന്നു. 2 മാസമായി ആറ്റുകാൽ വാർഡിലെ വട്ടവിള മേഖലയിൽ 150ഓളം വീടുകളിൽ ഈ ദുരിതം തുടങ്ങിയിട്ട്. കുടിക്കാനോ ആഹാരം പാകം ചെയ്യാനോ എന്തിന് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും നേരിടുന്നത് വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര കഷ്ടം വെള്ളത്തിനെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കാലുമൊക്കെ വയ്യാത്തവർ അസുഖങ്ങളൊക്കെ ഉള്ളവരേ ഉള്ളൂ. കുറേ ദിവസം അവിടെ സമരം കിടന്നിട്ട് ഒരു രക്ഷയുമില്ല. ഒരു കുടം വെള്ളമെടുക്കാൻ മീറ്ററുകൾ താണ്ടി പോകുന്ന വയോധികനും വണ്ടിയിൽ പെട്രോൾ അടിച്ച് കിലോമീറ്ററുകൾ താണ്ടി 2ഉം 3ഉം തവണ വെള്ളം കൊണ്ടുവരുന്നവരും പറയുന്നത് അവർ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ നേർചിത്രം. ഇവിടെ വന്ന് കോരി പിന്നെ വീട്ടിൽ പാനയിലും ബക്കറ്റിലും ഒക്കെ കൊണ്ടുവന്ന് വീത്തും. ഇത് വീത്തിയിട്ട് പിന്നെ വീണ്ടും വരും. വീട്ടിൻ്റെ അടുത്തുള്ള ബോർവെൽ വീട്ടിൽ നിന്ന് കോരിയിട്ട് വീണ്ടും വിഞ്ഞ് വരും. വന്ന് കുറേ നേരമൊക്കെ ഇരുന്നിട്ടാണ് വെള്ളം വീണ്ടും എടുത്തുകൊണ്ട് വരുന്നത്. എത്ര ദിവസം കൊണ്ട് ഒരു 2-3 മാസം കൊണ്ട് വെള്ളമില്ല അറിയാം. ഈ ഇങ്ങനെ ചുവന്നോട് തന്നെ 1 ലിറ്റർ പെട്രോളിന് തന്നെ 110 രൂപ വില. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ 1/2 ലിറ്റർ പെട്രോൾ കയറും. പിന്നെ ഇത് വെള്ളം കിടത്തിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും വെള്ളങ്ങളുണ്ട്. നമ്മളെ ഏരിയയിൽ മാത്രം വെള്ളമില്ല. ഞാൻ മരിച്ചാൽ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരമ്മ തേങ്ങിയത് അധികാരികളുടെ കാതിൽ മുഴങ്ങണം. ഇന്ന് എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടണമെന്നറിയാമോ വെള്ളത്തിന് വേണ്ടിയിട്ട്. മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ നെഞ്ചുവേദന എടുത്ത് പെടച്ചിട്ട് അപ്പുറത്തെ ചേച്ചിയെ വിളിച്ച് ഒരു വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഗുളിക കഴിച്ചത്. ആ അവസ്ഥയിലിരിക്കണം ഞാൻ. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് എന്നെ കുളിപ്പിക്കാൻ വെള്ളമില്ല. എനിക്കത് വളരെയധികം വിഷമമുണ്ട്. നിരന്നിരിക്കുന്ന പൈപ്പുകളിൽ കൃത്യമായി വെള്ളം നൽകിയാൽ മാത്രം മതി പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ ഒരു വാർഡിൽ മാത്രമായി അവഗണനയെന്ന് വട്ടവിള സ്വദേശികൾ. ഇത്രയും വിഷമത നമ്മൾ ഇതിനു മുമ്പ് ഇതുവരെ അനുഭവിച്ചില്ല. ഇവിടെ എല്ലാം 1/2 സെന്റ് 1 സെന്റ് 3/4 സെന്റ് സ്ഥലങ്ങളുള്ള ആൾക്കാരാണ് ഉള്ളത്. ഞങ്ങൾക്കൊരു കിണറെടുക്കാനുള്ള സ്ഥിതിയില്ല. കാരണം കിണർ കുഴിക്കാനുള്ള സ്ഥലങ്ങളില്ല. ഈ പൈപ്പിനെയാണ് ഞങ്ങൾക്ക് ആശ്രയം. ഈ പൈപ്പെല്ലാം നമ്മുടെ റോഡ് പൈപ്പിലെങ്കിലും വെള്ളം വന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയെങ്കിലും എടുത്ത് ഞങ്ങൾ കുടിവെള്ളത്തിൽ പരിഹാരം കണ്ടനെ. കേട്ടല്ലോ, ആറ്റുകാൽ വാർഡ്. ആറ്റുകാൽ അമ്മയ്ക്ക് ചുറ്റാകെ കിടക്കുന്ന മനുഷ്യരെ പോലും കുടിവെള്ളം മുട്ടിച്ച് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പൊറുതി മുട്ടിച്ചിട്ടുണ്ട്. 1 മാസമല്ല, 2 മാസത്തിന് മുകളിലായി. ഇപ്പോൾ എന്ത് ചോദിച്ചാലും അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സിനിമാ തിയേറ്റർ പോലെയാണ്. BJPയുടെ കൗൺസിലറിനും മേയർക്കും വന്ന് ഇരുന്ന് കാറ്റുകൊള്ളാനും AC-യിലിരുന്ന് നല്ല കുളിർമയോടുകൂടി റെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഇടം മാത്രമാണ്. അവരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വിധിക്കപ്പെട്ടവരല്ല. ചെയ്തു കൊടുക്കേണ്ടത് മുഴുവൻ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാണത്രേ എന്ന് ആര് പറഞ്ഞതാ? മേയർ പറഞ്ഞതാ. 6-7 ഡിപ്പാർട്ട്മെൻറ്റുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും അത് കാലതാമസം വരുന്നുണ്ട്. ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ചില കാരണങ്ങളും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ബ്ലൂ പ്രിന്റ് വികസനത്തിൽ നിങ്ങളെല്ലാവരും സംതൃപ്തരാണല്ലോ. ഇത്രയും കാലം ഇവിടെ ഒരു ഭരണസമിതിയെ എന്തോരം കുറ്റം പറച്ചിലായിരുന്നു, എന്തോരം പ്രതിഷേധ നാടകങ്ങളായിരുന്നു. നാക്കുകൊണ്ടുള്ള ഡയലോഗ് കേട്ടപ്പോൾ ഇവരെ അങ്ങ് പിടിച്ചിരുത്തിക്കഴിഞ്ഞാൽ ഇതോടുകൂടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം മാറി ഒറ്റയടിക്ക് നഗരത്തിൽ ഇതാ ഇൻഡോർ ജീവിതം കൊണ്ടുവരുമെന്നാണ് മേയർ പറഞ്ഞത്. ഇൻഡോർ ജീവിതം മലിനജലമെങ്കിലും കൊടുത്ത ആ നാട്ടിൽ ഒരു 10-30 ജനങ്ങളെ കൊല വിളിച്ചു.
അപ്പോൾ ഇവിടെയും കൂടി ഇനിയിപ്പോൾ നിവർത്തി കേടണമെങ്കിൽ ഇൻഡോർ മാതൃകയിൽ വെള്ളം ഇല്ലേ, വെള്ളം കൊണ്ടുവരാം. ആമേഴഞ്ചാൻ തോടുന്നെങ്ങാനും വിഷം കലർന്ന വെള്ളം കൊണ്ടുവന്ന് ഇനി കൊടുക്കുന്നോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതാണല്ലോ ഇൻഡോർ മാതൃക. ഇൻഡോറിൽ പോയാണ് കാര്യങ്ങളെല്ലാം മേയർ പഠിച്ച് തയ്യാറായി നിൽക്കുന്നത്. ഈ അവസ്ഥയിലേക്ക്, അതായത് ആറ്റുകാൽ പൊങ്കാല മുതൽ അവിടെ ഫ്ലോപ്പായെടുത്ത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള മനുഷ്യർക്ക് ഈ ദുരിതക്കയത്തിലാക്കുമ്പോൾ ആറ്റുകാൽ അമ്മയെങ്കിലും ഇവരോട് സ്വല്പമെങ്കിലും ഒരു പ്രീതി കാണിക്കൂ? ഒരിക്കലും ഇല്ലല്ലോ. ആ അമ്മയുടെ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവിതം ദുരിതക്കയത്തിൽ മുക്കിയ ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആറ്റുകാലമ്മ കൊടുക്കൂ. അതും പോരാഞ്ഞിട്ട് ഗ്യാസ് ഷോർട്ടേജിന്റെ പേരിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ചില പൂജാ പ്രവർത്തനങ്ങൾ പോലും നിലച്ച അവസ്ഥയിലായിരുന്നു. വാർത്തകൾ പുറത്തു വന്നതാണ്. ഇതും പോരാഞ്ഞിട്ടാണ് കുടിവെള്ളമില്ല, മാലിന്യ പ്രശ്നം, നഗരം ഇരുട്ടിൽ കേവലം 4 മാസം കൊണ്ട് ഈ നഗരത്തിന്റെ അവസ്ഥ എന്തായി മാറിയെന്ന് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയാണോ ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്ന വാചകങ്ങൾ? കഴിവുകേടെ നിന്റെ പേരാണോ നഗരസഭയുടെ മേയറും സംഘവും എന്ന് ചോദിക്കേണ്ട ഗതികേടിലെത്തിയിട്ടുണ്ട്. ജനം പൊറുതിമുട്ടിയാൽ ഒന്നേ ചെയ്യാനുള്ളൂ. വാചക കസർത്തുകൾ നടത്തിയവരെ വഴിയിൽ പിടിച്ചു നിർത്തി എവിടെ നീയൊക്കെ പറഞ്ഞ ആ മോഹന വാഗ്ദാനങ്ങൾ, എവിടെ കുടിവെള്ളമെന്ന് ജനം നേരിട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്. വാക്കുകൾ കൊണ്ട് മനുഷ്യനെ പറ്റിക്കാൻ ഇറക്കി പുറപ്പെടുന്നവർ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി പൊളിയും. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ബിൽഡപ്പ് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് വലിയ ബൂസ്റ്റപ്പ് ഒക്കെ വാങ്ങി അധികാരത്തിൽ വന്നതിന് ശേഷം തലസ്ഥാനത്തിന്റെ ജനജീവിതത്തെ പൊറുതി മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ബ്ലൂ പ്രിന്റ് വികസനം കൊണ്ടുചെന്നെത്തിച്ചു എന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്.